നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. IPL-ൽ രണ്ടാമത്തെ പ്ലേ ഓഫിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തകർത്തുവിട്ടു. 47 റണ്ണിൻ്റെ ഉജ്ജ്വല വിജയമാണ് രാജസ്ഥാൻ റോയൽസ് കരസ്ഥമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 243 റണ്ണാണ് അടിച്ചെടുത്തത്. അവരുടെ ഓപ്പണർ 15-കാരൻ വൈഭവ് സൂര്യവംശി അക്ഷരാർത്ഥത്തിൽ അടിച്ചു തകർത്തു. 29 പന്തിൽ 97 റണ്ണാണ് വൈഭവ് അടിച്ചു കൂട്ടിയത്. അതിൽ 12 സിക്സറുകൾ, 5 ഫോറുകൾ, അങ്ങനെ അതിഗംഭീരമായ ഇന്നിങ്സ് ആയിരുന്നു വൈഭവ് സൂര്യവംശിയുടേത്. അവർക്ക് വേണ്ടി ധ്രുവ് ജുറേൽ 50 റൺ അടിച്ചു, യശസ്വി ജയ്സ്വാൾ 29, ക്യാപ്റ്റൻ റയാൻ പരാഗ് 26. ഇങ്ങനെയാണ് പ്രധാനമായും സ്കോർ ചെയ്തവരുടെ കണക്കുകൾ. എന്തായാലും അതിഗംഭീരമായ സ്കോറായിരുന്നു 243 റണ്ണ്. തുടർന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് നല്ല റൺ റേറ്റിൽ പിന്തുടർന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വിക്കറ്റ് കൃത്യമായ ഇടവേളകളിൽ അവർക്ക് നഷ്ടമായി. അതോടുകൂടി അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലക്ഷ്യം വളരെ വിദൂരത്തായിപ്പോയി. 19.2 ഓവറിൽ 196 റണ്ണിന് സൺറൈസേഴ്സ് ഹൈദരാബാദ് എല്ലാവരും പുറത്തായി. അവരെ സംബന്ധിച്ചിടത്തോളം ഇഷാൻ കിഷൻ 33 റൺ അടിച്ചു, അതും വെറും 11 പന്തിൽ. 3 സിക്സറുകളും 3 ഫോറും കിഷൻ അടിച്ചു. പക്ഷേ നീണ്ടു നിന്നില്ല ആ ഇന്നിങ്സ്. പിന്നീട് നിതീഷ് കുമാർ റെഡ്ഡി 35 റൺ അടിച്ചു, സലീൽ അറോറ അടിച്ചു 35 റണ്ണ്. പക്ഷെ ഒന്നുകൊണ്ടും കാര്യമുണ്ടായില്ല. അവർക്ക് ഒരാൾ വൈഭവ് സൂര്യവംശിയെ പോലെ, രാജസ്ഥാൻ്റെ വൈഭവ് സൂര്യവംശിയെ പോലെ ഒരറ്റത്ത് നിന്ന് അടിച്ച് തകർത്തതേയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കളി ജയിക്കാൻ കഴിഞ്ഞില്ല. ഈ IPL സീസൺ അവരെ സംബന്ധിച്ചിടത്തോളം അവസാനിച്ചു. അവർ പുറത്തായി കഴിഞ്ഞു. ഇനി രാജസ്ഥാന് പ്ലേ ഓഫിൽ 29-ന് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഗുജറാത്ത് ടൈറ്റൻസ് ആദ്യ പ്ലേ ഓഫിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനോട് തോറ്റിരുന്നു. ഇനി ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസുമായാണ് ഏറ്റുമുട്ടുക.